വാർത്താ ദിനം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രികളിലെ വ്യാപക ചികിത്സാ പിഴവ് അടിയന്തര യോഗം വിളിച്ച ആരോഗ്യമന്ത്രി. നടപടി പരാതികൾക്ക് പിന്നാലെ തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന് 4 ദിനത്തിനു ശേഷം പോസ്റ്റ്മോർട്ടം. നടപടി ബന്ധുക്കളുടെ പ്രതിഷേധത്തിന് ശേഷം. കൊച്ചി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ പ്രതിഷേധം വ്യാപകം. ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് അന്വേഷണ ചുമതല. മത്സ്യക്കുരുതിക്ക് കാരണമായത് രാസമാലിന്യം പുഴയിലേക്ക് തള്ളിയത്. സംസ്ഥാനത്ത് മഴ ദുരിതം തുടരുന്നു. തിരുവനന്തപുരത്ത് വീടിന്റെ ചുമരിടിഞ്ഞ് ഒരു മരണം. മഴയ്ക്ക് നേരിയ ശമനം. 3 ജില്ലകളിലെയും റെഡ് അലേർട്ട് പിൻവലിച്ചു. കോഴിക്കോട് യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പി ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ ആശ്വാസം. സുധാകരനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. സർക്കാർ അപ്പീൽ പോകണമെന്ന് പി ജയരാജൻ. സിപിഎമ്മിന്റെയും ബിജെപിയുടെയും രാഷ്ട്രീയ നയങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് സുധാകരൻ. ഗവർണർക്ക് തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശത്തിന് ഉത്തരവ്. സർക്കാർ നോമിനേഷൻ ശരിവെച്ച് ഹൈക്കോടതി. ആരാധകർക്ക് മോഹൻലാലിന്റെ പിറന്നാൾ സമ്മാനം. എമ്പുരാന്റെ ഫസ്റ്റ് ക്യാരക്ടർ പുറത്തുവിട്ട താരം. പുറത്തുവിട്ടത് ഖുറേഷി അബ്രാമിന്റെ ലുക്ക്.